അല്ലാഹു സുബ്ഹാനഹു തആല മാനവ മനുഷ്യ കുലത്തിരെ ഈ ഭൂമി ലോകത്തുക്ക് അല്ലാഹു കടത്തിര എന്ത് കഴിച്ചിക്കർ ഏത് അവസ്ഥയിലെത്തിക്കർ മനുഷ്യ ഈ ഭൂമി ലോകത്തുക്ക് വന്നത് അല്ലാഹു സുബ്ഹാനഹു തആല 16-ാമത്തെ അധ്യായ സൂറത്ത് അൻ-നഹ്ലിലെ 78-ാമത്തെ ആയത്തിൽ അല്ലാഹു ചെന്ന വല്ലാഹു അഖറജകും മിൻ ബുതൂനി ഉമ്മഹാതികും അല്ലാഹു ആയിത്തിക്കറ നിങ്ങളെ ഉമ്മരെ ഗർഭപാത്രത്തിൽ നിന്ന് പള്ളയിൽ നിന്ന് ഈ ഭൂമിക്ക് കൊണ്ടുവന്നവനോ അല്ലാഹു ആയിത്തിക്കറ നിങ്ങളെ യുക്തി കൊണ്ടുത്ത ബുദ്ധി കൊണ്ടുത്ത ഏതെങ്കിലും ആധുനികമായിട്ടുള്ളതായ ടെക്നോളജി കൊണ്ടുത്ത അല്ല അതൊരു സബബൈത്തിക്കർ ഒരു കാരണം മാത്രം സർവലോക സൃഷ്ടാവായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവായി തിക്കറ ഉമ്മരെ ഗർഭാശയത്തിലെ അങ്ങേ അറ്റത്തിൽ നിന്ന് ഈ ഭൂമി ലോകത്തേക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് അല്ലാഹു തആല ചെല്ലുന്ന അതേ ആയത്തിൽ ആ സന്ദർഭത്തിൽ ലാ തഅലമൂന ശൈഅ നിങ്ങൾ എന്തും പിടിയില്ലാത്ത ആൾമാരായി തിന്നാർ, ഒന്നും നിങ്ങൾക്ക് ഗൊന്തില്ല, എന്തും തെരിയാത്ത ആൾമാരായി തിന്നാർ. എന്നിട്ട് അല്ലാഹു ചെല്ലുന്നത് നോക്കൂ, വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ലഅല്ലക്കും തഷ്കുറൂൻ. അല്ലാഹു നിങ്ങൾക്ക് കേൾക്കുള്ളതായ കേൾവി ശക്തി തന്ന, വൽ അബ്സാറ കാണുള്ളതായ കാഴ്ച ശക്തി അല്ലാഹു തആല തന്ന, വൽ അഫ്ഇദത ഗ്രഹിക്കുള്ളതായ ഹൃദയത്തിലെ പടച്ച റബ്ബ് തന്ന. എന്ത് കഴിച്ചിക്കറ്? ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങ ശുക്റുള്ളതായ നന്ദിയുള്ളതായ അല്ലാഹു നിങ്ങൾക്ക് തന്നതായ കണക്കില്ലാത്തതായ എണ്ണിയെങ്കിലും ഒതുങ്ങാത്തതായ നിഅമത്ത് ಅದಕ್ಕೆ ಶುಕ್ರಾಕೋಗಬೇನಾയിട്ട് എത്തിക്കറ് അല്ലാഹു നിങ്ങൾക്ക് എല്ലാം തന്നത്. വേറെ ഒരു അധ്യായത്തിൽ സൂറത്ത് ദാരിയാത്ത് 51-ാമത്തെ അധ്യായ അതിലെ 56-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ചെന്ന മനുഷ്യരെ ഭൂമിക്ക് കടത്തിയതിന്റെ ലക്ഷ്യം എത്തിക്കർ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തിരെയും ജിന്ന് വർഗത്തിരെയും നാണ് നക്ക് മാത്ര ഇബാദത്തെടുക്കുകയായി ചെല്ലാമാർ, നക്ക് മാത്ര ആരാധിക്കുകയായി ചെല്ലാമാർ. മനുഷ്യവർഗത്തിരെയും ജിന്ന് വർഗത്തിരെയും നാണ് പഠിച്ചിട്ടില്ല ചെന്നെത്തിക്കറ് അല്ലാഹു തആല ചെന്നിട്ട് ഗൗരവമായിട്ട് ഞങ്ങൾ ചിന്തിക്കാനായിട്ടുള്ള വിഷയത്തിക്കർ. പല സന്ദർഭത്തിലും ഈ ആയത്ത് ഞങ്ങൾ കേട്ട അതിനെ ഞങ്ങൾ മറന്നിരല്ലാമാറ്. ഈ ആയത്തിലെ ലക്ഷ്യം എന്തായിട്ടിക്കർ? മഹാന്മാരായ മുഫസ്സിരീങ്ങ ഖുർആനുക്ക് വ്യാഖ്യാനം എഴുതിയവിടെ ഞങ്ങളെ തഫ്സീറില് പേജ് കണക്കില് ഇതിനെ വ്യാഖ്യാനിച്ച ചെറിയ വിഷയമല്ല. എന്തായിട്ടിക്കർ? ഇബാദത്ത്. എന്തായിട്ടിക്കർ? ഇബാദത്തിലെ ഡെഫിനിഷൻ. ആ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കാനുണ്ടായെങ്കിലേ, അല്ലാഹു കബൂലാക്കാനുണ്ടായെങ്കിലേ അതിലെ മാനദണ്ഡം എന്തായിട്ടിക്കർ? അതിലെ അശ്റാത്ത് എന്തായിട്ടിക്കർ? ഷർത്തുകൾ എന്തായിട്ടിക്കർ? ഇബാദത്തെടുക്കർ ആൾമാർ ധാരാളം ഉള്ളാർ, ചെമ്മ ആൾമാർ വർക്കൊള്ളിരങ്ങ ഉള്ളാർ. ഇബാദത്തിൻ്റെ കാര്യത്തിൽ പല പ്രയാസങ്ങളും സഹിക്കുന്ന ആൾമാരുള്ളാർ, പണം ചെലവാക്കുന്നതായ ആൾമാരുള്ളാർ. എത്രമാ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന്
അതുപോലെയുള്ളതായ വിദ്യാഭ്യാസ കേന്ദ്രത്തിക്ക് പണം ചെലവാക്കുന്ന ആൾമാരുള്ളാർ. എന്തായിച്ചിക്കർ ഇബാദത്ത് അത് സ്വീകരിക്കുള്ളതായ മാനദണ്ഡം എന്തായിച്ചിക്കർ? ഈ ആയത്തിലെ തഫ്സീറിൽ മുഫസ്സിരീങ്ങ വ്യക്തമായിട്ട് വെളിപാട്ടാറ്. ഒന്ന് ഇഖ്ലാസ് ആയിത്തിക്കർ, നിഷ്കളങ്കത, ഇഖ്ലാസ്, ആത്മാർത്ഥമായ നിലക്ക് അള്ളാഹുരെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചിട്ട്, അള്ളാഹുരെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചിട്ട്, അള്ളാഹുരെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചിട്ട്, പരലോകത്തിനെ മാത്രം ആഗ്രഹിച്ചിട്ട് നിഷ്കളങ്കമായ നിലക്ക് എടുക്കരുതായി ചിക്രി ഇഖ്ലാസ്. രണ്ടാമത്തെ കാര്യ ചെല്ലുന്നത് ಅದರ ವಿಷಯത്തിലുള്ളതായ ഇൽമ്, അറിവ് വേണു. നക്ക് കൊന്തിന്നത് പോലെ നാണ് ഇബാദത്ത് എടുക്കര ചെന്നെങ്കിൽ അതാവലെ. ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു ഓപ്ഷനെ അള്ളാഹു വെച്ചിട്ടില്ലേ. അങ്ങനെ ചില ആൾമാർ ചെല്ലറങ്ങുള്ളാർ. നക്ക് കൊന്തിന്ന പോലെ നാണ് നിസ്കരിച്ചേ, നക്ക് കൊന്തിന്ന പോലെ നാണ് സക്കാത്ത് കൊടുത്തേ, നക്ക് കൊന്തിന്ന പോലെ നാണ് നോമ്പെടുത്തേ, നക്ക് കൊന്തിന്ന പോലെ നാണ് ഹജ്ജും ഉംറയും ആക്കിയേ, നക്ക് കൊന്തിന്നത് പോലെ നല്ല കാര്യനാണ് ആക്കിക്കൊണ്ടുപോയേ. ആറ് ചെന്ന് ഇത് ദീനയച്ചിക്കര്. ഈ ദീനരെ ഉണ്ടാക്കിയവണ് അള്ളാഹു അയച്ചിക്കറ. ഈ ദീനരെ നിയമനിർദ്ദേശ ഉണ്ടാക്കിയവണ് അള്ളാഹു അയച്ചിക്കറ. ഇതിനെ കാത്തു സൂക്ഷിக்கிறവണ് അള്ളാഹു അയച്ചിക്കറ. ഞങ്ങൾക്ക് വേണമായതുപോലെ ഇബാദത്തെടുക്കുക അള്ളാഹു താല ചിന്തയില്ലേ. വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ അധ്യായ സൂറത്ത് ഫാത്തിഹയെ പിടിച്ചിട്ട് വിശുദ്ധ ഖുർആനിലെ 114-ാമത്തെ അധ്യായ സൂറത്ത് നാസിർ എടുത്തോളം ഞങ്ങൾ നോക്കിയെങ്കിൽ ഒരു കണ്ടായത് നിങ്ങൾക്ക് കൊന്തിന്നത് പോലെ നിങ്ങൾ അമലാക്കുറിച്ചെന്ത് കാണുക സാധ്യമേ ഇല്ല. എവിടെയെങ്കിലും ഖുർആനിലുണ്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സ്വഹീഹായിട്ടുള്ളതായ ആയിരക്കണക്കിന് ഹദീസുണ്ടു. ഏതെങ്കിലും ഒരു ഹദീസിൽ നിങ്ങൾക്ക് കൊന്തിന്നത് പോലെ നിസ്കരിച്ചെങ്കിലും അയ്യാവൂ, ഇബാദത്ത് എടുത്തെങ്കിലും അയ്യാവൂ ചെന്ത അള്ളാഹു ചെന്തില്ലേ. എടുക്കിற ഇബാദത്തിൽ ഇൽമു വേണു, എടുക്കിற ഇബാദത്തിൽ അറിവ് വേണു. ಅದರ ವಿಷಯത്തിൽ അള്ളാഹു എന്തായിത്തിക്കർ ചെന്നരേ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തായിത്തിക്കർ ಅದರ വിഷയത്തിൽ പടിപാട്ടിരേ. ಇದರ വിഷയത്തിൽ ക്ലിപ്തമായിട്ടുള്ള അറിവ് വേണു. അധ്വാന നോക്കിത്ത, കഷ്ടപ്പാട് നോക്കിത്ത, മുതൽ നോക്കിത്ത അല്ല അള്ളാഹു ഇബാദത്തിനെ സ്വീകരിക്കുന്നത്. അല്ലാഹ് സ്വീകരിക്കുന്നത് ഇഖ്ലാസ്. അല്ലാഹ് സ്വീകരിക്കുന്നത് എടുக்கிற ഇബാദത്തിന്റെ വിഷയത്തിലുള്ള ഇൽമ്. അല്ലാഹ് സ്വീകരിക്കുന്നത് ഇബാദത്തിന്റെ വിഷയത്തിലുള്ളതായ ക്ഷമ, സബൂർ. ഇതെല്ലാം കുടുംബത്തിലേക്ക് ഇബാദത്ത് സ്വീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചെന്ന 17-ാമത്തെ അധ്യായ സൂറത്ത് അൽ ഇസ്രായിലെ 36-ാമത്തെ ആയത്ത് അല്ലാഹു എത്ര വ്യക്തമായിട്ട് ചെന്ന വലാ തഖ്ഫു മാ ലൈസ ലക ബി ഇൽമ് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ വലാ തഖ്ഫു മാ ലൈസ ലക ബി ഇൽമ്. അല്ലാഹ് ചെന്നതൈതിക്കർ, അല്ലാഹു ഐതിക്കർ ചെന്നത്. ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഇൽമില്ലെങ്കിൽ, അറിവില്ലെങ്കിൽ പിന്നെ ആ വിഷയത്തിൽ നിങ്ങൾ തർക്ക നടത്തുകുത്തീറാ. ഇൽമില്ലാത്ത വിഷയത്തിൽ തർക്ക നടത്തുകുത്തീറാ. ഉണ്ട് എവിടെ നോക്കിയെങ്കിലും അധികരിച്ചതായ ഒരു വിഷയം ഇതൈത്തിക്കർ. മൊബൈലില്, സോഷ്യൽ മീഡിയയില്, വാട്സാപ്പ് നോക്കിയെങ്കിൽ, ഫേസ്ബുക്ക് നോക്കിയെങ്കിൽ അറിവില്ലാതെ ദീനിന്റെ വിഷയത്തിൽ പഠിക്കാതെ ഗൊന്തില്ലാമാറ് ഓരോരുത്തർക്ക് എങ്ങനെ തോന്നിയതുപോലെ ചർച്ചയാക്കരുതും പലക്ക വരതും നിങ്ങൾക്ക് കാണ്ട്. അള്ളാഹു ചെന്ന ജാഗ്രത ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഇൽമില്ലെങ്കിൽ നിങ്ങൾ പലക്ക വരെയോ കുത്തീറാ. ആ വിഷയത്തിൽ നിങ്ങൾ തർക്കിക്കോ കുത്തീറാ. എന്തേ കാരണ അള്ളാഹു തആല ചെന്നത്? എന്തേ കാരണം? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ
കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, തീർച്ചയായിട്ടും നിങ്ങളെ കേൾവി, വൽ ബസറ തീർച്ചയായിട്ടും നിങ്ങളെ കാഴ്ച കണ്ണ്, വൽ ഫുആദ തീർച്ചയായിട്ടും നിങ്ങളെ ഹൃദയ, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അല്ലാഹു ക്ലിപ്തമായിട്ട് അതിന്റെ വിഷയത്തിൽ പ്രശ്നമാക്കിത്തേ തീർക്കറ പടച്ചോണു ബുടലെ. അതുകൊണ്ട് സഹോദരന്മാരെ, ഇൽമു ആവശ്യമായി തിക്കർ, നിർബന്ധമായി തിക്കർ. അതുകൊണ്ടല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത് തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. ഇൽമുരെ തേടി പഠിക്കരുത്. ഇൽമു എവിടെ ഉണ്ടോ അവിടെ തേടി പഠിക്കരുത്, ത്വലബാക്കരുത്. പ്രതി ഒരു മുസ്ലിമരെ മേലെ ആണാവട്ടെ പെണ്ണാവട്ടെ നിർബന്ധമായി തിക്കർ, ഉജൂബായി തിക്കർ. നക്ക് കൊന്തിന്നത് പോലെ നാണ് അമലാക്കര ചെന്നെങ്കിൽ അങ്ങനത്തെ അമൽ അള്ളാഹുക്ക് വേണ്ട, അള്ളാഹു അത് സ്വീകരിക്കല. അതുകൊണ്ട് ഗൗരവമായി ആ വിഷയത്തിൽ നിങ്ങൾ ചിന്തിക്കണോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചെന്ന് നോക്കൂ, 35 അധ്യായ സൂറത്ത് സുമർ 9 ആയത്തിൽ അള്ളാഹു തആല ചെന്ന ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ഖുൽ നബിയേ, നിങ്ങ ചെല്ലൊരു നബിയേ, അൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, ഇൽമിന്നതായ ആൽമാർ, അറിവിന്നതായ ആൽമാർ, അതേപോലെ അറിവില്ലാത്തതായ ആൽമാർ രണ്ടാളും ഒരുപോലെമാ അങ്ങ സമന്മാര. ഒർക്കലും അള്ളാഹു ചെല്ലുന്നത് വല്ലദീന ലാ യഅലമൂൻ, ഒർക്കലും അങ്ങ ഒരുപോലാവുക സാധ്യമേ ഇല്ല. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളതായ ആൾമാർ ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും ചിന്തിക്കാറ്, ചിന്തനാക്കാറ്. അല്ലാഹു സുബ്ഹാനഹു തആല ചെന്ന ഇങ്ങനെ വിശുദ്ധമായ ഖുർആനില് എത്ര എത്ര ജാഗല്. 16 അധ്യായ സൂറത്ത് നഹ്ലിലെ 43 ആയത്ത് നോക്കിയെങ്കിൽ അവിടെയും അല്ലാഹു ചെന്ന നിങ്ങക്ക് കൊന്തിന്നത് പോലെ നിങ്ങ ഇബാദത്തിനെ കുറിച്ച് ചെന്നല്ല അല്ലാഹു. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങക്ക് ഗൊന്തില്ലാത്തതായ വിഷയ, നിങ്ങക്ക് പിടിയില്ലാത്തതായ വിഷയ ഗൊന്തിന്നങ്ങളൊಟ್ಟಿಗೆ കേൾക്കൊണു ചെന്തೈತಿಗರ അല്ലാഹു തആല ഈ ആയത്തിൽ ചെൽറേ. അത് ನನ್ನ സ്റ്റാൻഡേർഡ് മയ്യാവുല്ലേ. ನಾನು പള്ളിയുടെ പ്രസിഡന്റ് ആയിത്തിക്കറേ, കമ്മിറ്റിയിലുള്ളവനായിത്തിക്കറേ, അല്ലെങ്കിൽ ഇന്ന സംഘടനക്ക് നേതൃത്വ വഹിக்கிறവനായിത്തിക്കറേ, നാനെപ്പോഴും കീഴാവുക റെഡിയില്ല ചെന്ന് ബിയേരിക്കറെങ്കിൽ അത് അഹങ്കാരമായിത്തിക്കറ്. അതൈത്തിക്കറ് കിബിർ. അൽ കിബിറു ബത്തറുൽ ഹഖ്, ഹക്കിനെ മൂടി വയ്ക്കുന്നതായിത്തിക്കറ് കിബിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരന്മാരെ, ചിന്തിക്കൊണായിട്ടുള്ള വിഷയത്തിക്കറ് ഒരു മനുഷ്യന്റെ തടി കൊണ്ടെടുക്കുന്നതായ ഇബാദത്തിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഇബാദത്തല്ല നിസ്കാരം ചെല്ലുന്നത്. ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നിസ്കരിക്കുന്നതായ ആൾമാർ എത്ര ആൾമാർക്ക് അതിന്റെ വിഷയത്തിൽ ഇൽമില്ല. എത്ര ആൾമാർക്ക് നിസ്കാരത്തിന്റെ ഫർള് എന്തായിത്തിക്കർ, നിസ്കാരത്തിന്റെ ഷർത്ത് എന്തായിത്തിക്കർ, നിസ്കാര ബാത്തിലാവുടേതായ കാര്യം ഏതെല്ലാം ഐത്തിക്കർ, നിസ്കാരത്തിന് സുന്നത്ത് എന്തായിത്തിക്കർ, അതുപോലും പഠിക്കാത്തതായ ബേസായിട്ടുള്ളതായ നോളജ് ഇല്ലാത്ത എത്ര ആൾമാരുള്ളാർ. കണക്കിൽ ഭാര്യ ഉഷാറൈത്തിക്കർ, കച്ചവടത്തിൽ ഭാര്യ ഉഷാറൈത്തിക്കാർ, അക്കൗണ്ടിങ്ങിൽ ഭാര്യ ഉഷാറൈത്തിക്കാർ. ഏത് പഠിക്കൊണ്ടുണ്ടായെങ്കിലും അത് ഓക്കെ. അല്ലാഹുവിന്റെ പ്രകാശമായിട്ടുള്ളതായ പരലോകത്തിലെ വിജയമായിട്ടുള്ളതായ ഒരു മുസ്ലിമായോട് നിർബന്ധമായിട്ട് പഠിക്കാനായിട്ടുള്ളതായ ഇൽമു പഠിക്കുക റെഡിയില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നത് എല്ലാവരുടെ മേലും നിർബന്ധമായിട്ടുള്ള വിഷയമല്ലേ.
സുബൈ നിസ്കാരത്തിന് പിന്നെ പള്ളിയിൽ ഖുർആൻ ക്ലാസ് നടക്കറേ, മഗ്രിബ് നിസ്കരിച്ചെന്ന് പിന്നെ നടക്കറേ വേണ്ട. അതിന് നെഗ്ലക്റ്റ് ആക്കുന്നതായ ആൾമാരുള്ളവരെ പള്ളിയുടെ പുറത്ത് പോയിട്ട് പലക്ക പറയകും തെച്ചുണ്ടെങ്കിൽ എത്ര നേരം വേണമെങ്കിലും പലക്ക പറയകും, ചർച്ചയാക്കും, ഗീബത്ത് ചൊല്ലുകും, നമീമത്ത് ചൊല്ലുകും, ഫിത്ന ഫസാദ് ചൊല്ലുകും, ഒരുത്തരെ കീഴാക്കും, തമാശാക്കും, എന്താക്കും മടിയില്ലാത്ത ആൾമാരുള്ളവർ ഗൗരവമായിട്ട് ചിന്തിക്കോർ. എവിടെ ഞങ്ങൾ എത്തിര, ഞങ്ങൾ അകപ്പതനെ എവിടേക്ക് എത്തിപ്പോയിരേ? അള്ളാഹുവിന്റെ വിഷയത്തിലുള്ളതായ അറിവില്ലാത്തതായ ആൾമാർ എങ്ങനെ എത്തിക്കും മുസ്ലിം? അവിടെ ഒന്നാമത്തെ അറിവ്, ഒന്നാമത്തെ ഇൽമ് ഏതെത്തിക്കർ? അള്ളാഹു ഖുർആനിൽ ചെന്ന സൂറത്ത് മുഹമ്മദിൽ അള്ളാഹു ചെന്ന ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുർആന്റെ ആയത്ത് സൂറത്ത് മുഹമ്മദിലെ 19 ആയത്ത് ഫഅലം അന്നഹു തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിട്ടേ തീരണു. നിങ്ങ അള്ളാഹു ചെല്ലത് അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നെങ്കിൽ എന്താ നിങ്ങൾ അറിയണോ? തസ്ബീര മാല പിടിച്ചിട്ട് എണ്ണോകല്ല ചെന്നരേ, മയ്യത്തിനെ വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുകല്ല ചെന്നരേ, കബറവിടെ തെച്ചിട്ട് ചെല്ലുകല്ല ചെന്നരേ, മയ്യത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ചൊല്ലുകല്ല ചെന്നരേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിഷയത്തിൽ നീ അറിയണോ? അത് നിന്റെ ജീവിതത്തിൽ വേണോ? വിശ്വാസത്തിൽ വേണോ? കർമ്മത്തിൽ വേണോ? കച്ചവടത്തിൽ വേണോ? പളക്കത്തിൽ വേണോ? അതേപോലെ കുടുംബ ബന്ധത്തിൽ വേണോ? അതേപോലെ വൈവാഹിക ദാമ്പത്തിക ജീവനത്തിൽ വേണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നെങ്കിൽ തൗഹീദ് ഐതികർ ഇത് വേണുണ്ടൈതികർ അല്ലാഹ് ചെല്ലറേ. അതറിയണോ? അഖീദ ഐതികർ എത്ര ആൾമാർ ഐതികർ ഈ വിഷയത്തിൽ ശ്രദ്ധിച്ചത്? അത് അറിയാത്തത് കൊണ്ട് ഐതികരെ, അതിനെ പഠിക്കാത്തത് കൊണ്ട് ഐതികരെ, അതിനെ വിഷയത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഐതികരെ ഇണ്ട് ചില ആൾമാർ മുസ്ലിം ചെല്ലതായ മുസ്ലിം ചെന്ന് അവകാശപ്പെട്ടതായ ആൾമാർ അന്ധവിശ്വാസത്തിനെയും അനാചാരത്തിനെയും അതിഅക്രമത്തിനെയും പിറവിൽ പോണ്ടത്. ഷിർക്കിൽ മുങ്ങി കുളിക്കരുത്, ഷിർക്കിಗೆ പ്രോത്സാഹനാക്കരുത്, അള്ളാഹു അല്ലാത്തങ്ങളെ വിളിച്ചു തേടരുത്, അങ്ങളെ പേരിൽ ബലികർമാക്കരുത്, അങ്ങളെ മധ്യവർത്തിയാക്കരുത്, അങ്ങളെ ആശ്രയ ആഗ്രഹിക്കരുത്, അവിടേക്ക് വേണായിട്ട് സമ്പത്ത് ചെലവാക്കരുത്, ആരോഗ്യ ചെലവാക്കരുത്, മെഹനത്ത് വേണ്ടത്. എന്തയത്തിക്കര്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്ത് അറിയാത്ത സബുലൈത്തിക്കര്. ശരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്തുകൾ അശ്റാത്തുകൾ അതിരമേ വിശദീകരിച്ചതായ ധാരാളമായിട്ടുള്ളതായ അഖീദയുടെ കിതാബ് സലഫി പണ്ഡിതന്മാർ ഇമാമിങ്ങൾ എഴുതി വെച്ചാർ. നമുക്കത് പഠിക്കൊക്കെ ടൈമില്ല, കേക്കൊക്കെ ടൈമില്ല. ചിന്തിക്കൊരു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ആക്കർ മൻ മാത വ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നah. സ്വഹിയായ ഹദീസ്. എന്താ മൻ വർത്ത മാത അവൻ മരിച്ച, എങ്ങനെ മരിച്ചവൻ? വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നെങ്കിൽ എന്തിനെ ചെന്ന് അറിഞ്ഞിട്ട് മരിച്ച, കാലി ചെന്നെങ്കിലും ചെന്ന് മരിച്ചല്ല. അങ്ങനെ ഫിർഔനും ചെങ്കടലിൽ മുങ്ങിയിട്ട് ചാവുമ്പോഴത്തേക്ക് അവനും ചെന്നര ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂസരെ റബ്ബിനെ കൊണ്ടുത്തനാണ് വിശ്വസിച്ച ചെന്ന് ഉറക്കെ ശബ്ദത്തിൽ അവന് പ്രഖ്യാപനാക്കിയ ഖുർആനിൽ അല്ലാഹു ചെന്ന. അതുകൊണ്ട് സഹോദരൻ, അല്ലാഹുവിന്റെ റസൂൽ ചെന്നത് ഓ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നെങ്കിൽ എന്തൊരു ചെന്ന് അറിയണം, അറിഞ്ഞിട്ട് അവന് മരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ദഖലൽ ജന്ന, അവന് സ്വർഗത്തേക്ക് കടന്ന. ഇമാം ബുഖാരി റിപ്പോർട്ടാക്കിയതായ ഹദീസിൽ നിങ്ങൾക്ക് കണ്ട് തസ്ദീഖം ബിഖൽബിഹി, അവನು
അവൻ്റെ ഹൃദയത്തിൽ ಅದರ ഉറപ്പുണ്ട്. എന്തെങ്കിലും ഏത് പ്രതിസന്ധി വന്നെങ്കിലും ഏത് കഷ്ടപ്പാടുകൾ വന്നെങ്കിലും എത്ര വലിയ കഷ്ടത്തിന് മേൽ ത്യാഗത്തിന് മേലുള്ളതായ ത്യാഗ സഹിക്കൊണ്ട് വന്നിട്ടെങ്കിലും ഈ ആദർശത്തിനെ ഈ തൗഹീദിനെ ഒരു കടുക് മണിരത്തിനെ പോലും ഈ ആശയത്തിൽ നിന്ന് ആദർശത്തിൽ നിന്ന് ನಾನು ತೆರು ತಪ್ಪಲೆ ഇതിൽ ഉറച്ചിട്ട് നിൽക്കുവേ. ಇದಕ್ಕೆ വേണായിട്ട് എൻ്റെ ജീവൻ സമർപ്പിക്കൊണ്ടായിട്ട് വന്നെങ്കിലും ഈ തൗഹീദിൽ നിന്ന് ഈ ആദർശത്തിൽ നിന്ന് ഒരു കടുക് മണിരത്തിനെ പോലും ഞാൻ പെറവുചാരല ചെല്ലുന്നതായ ഒരു ദൃഢമായിട്ടുള്ള തീർമാന അതായിട്ട് ഇമാം ബുഖാരി റിപ്പോർട്ടാക്കിയ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ ചെന്ന് തസ്ദീഖം ബിഖൽബിഹി ഹൃദയത്തിൽ ഉറപ്പിക്കോ. ഇതില്ലെങ്കിൽ എത്ര വലിയ മൊയിലാറായെങ്കിലും എത്ര വലിയ കാലിയായെങ്കിലും എത്ര വലിയ പണ്ഡിതനായെങ്കിലും എത്ര വലിയ ഡോക്ടറേറ്റ് എടുത്തവനുണ്ടായെങ്കിലും ഒന്നാമത്തെ ഷഹാദത്ത് കലിമര വിഷയത്തിൽ അവനക്ക് അറിവില്ലെങ്കിൽ എല്ലാം പോയിട്ട് അവನು ശൂന്യ, അവನು പടു ജാഹിൽ, അവನು മൃഗത്തിനെ കാട്ടിക്കട. അള്ളാഹു ചെന്നതെത്തിക്കർ, അള്ളാഹു സലാമത്താക്കട്ടെ. അതുകൊണ്ട് ആ ഇൽമിന്റെ അഹ്മിയത്ത് ഞങ്ങൾ മനസ്സിലാക്കണം, അത് പഠിക്കുക ഞങ്ങൾ റെഡിയാവണം. ഞങ്ങളെ മക്കളെ ആ നിലക്ക് ഞങ്ങൾ വാർത്തെടുക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് തന്ന ധാരാള കണക്കില്ലാത്ത നിഅമത്തിൽ നിന്ന് അമൂല്യമായി തിക്കറ്, അമൂല്യത്തിൽ നിന്ന് അമൂല്യമായി തിക്കറ് ഞങ്ങളെ സമയ ചെല്ലുന്നത്. അതിനെ ഒരിക്കലും ഞങ്ങൾ ദുരുപയോഗപ്പെടുത്തിരണ്ട, അത് ഒരിക്കലും അനാവശ്യമായ നിലക്ക് ചെലവായിരണ്ട. നാളെ പടച്ച റബ്ബുരെ മുട്ട അതിൻ്റെ കണക്ക് ക്ലിപ്തമായിട്ട് കൊടുക്കണം. ഏത് സമയത്തും ഞങ്ങൾക്ക് മൗത്ത് ബന്ധെത്തും. എത്ര മരണ വാർത്തകൾ ദൈനംദിനമായിട്ട് ഞങ്ങൾ കേട്ടുകൊണ്ടുള്ള സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ ഞങ്ങളെ മൗത്ത് ഏത് സമയത്തിലും ഏത് സെക്കൻഡിലും ഏത് ജാഗലും എവിടെയും മരണത്തിനെ നേരിടുകയുള്ളതായ ഈമാൻ ഞങ്ങൾ ഒട്ടിക വേണം. അത് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ദീനിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കണം. ഞങ്ങളെ മക്കൾക്ക് ദീനിന്റെ വിഷയത്തിൽ പ്രോത്സാഹനം കൊടുക്കണം. ഇപ്പോൾ വെക്കേഷൻ്റെ ടൈം ആയിട്ടിക്കർ, സ്കൂൾ ഹൈസ്കൂൾ ക്യാമ്പസുകൾ രജയുള്ള സമയമായിട്ടിക്കർ. പ്രതി ഒരു പേരൻസും ചിന്തിക്കുന്നതായ ഒരു സന്ദർഭം ആയിട്ടിക്കർ. ನನ್ನ മോനെ ನನ್ನ മോളെ എവിടേക്ക് കടത്തണു, എന്തിനെ വെടിപാട്ടണു, SLC ആയിര് PUC ആയിര് ഇനി എന്തായിട്ടിക്കർ കൊടുക്കണായത് പ്രതി ഒരു പേരൻസ് ചിന്തിക്കുന്നതായ ഈ സന്ദർഭത്തിൽ നിങ്ങളെ മക്കളെ നിങ്ങൾ ഡോക്ടർ ആക്കണോ, എഞ്ചിനീയർ ആക്കണോ, ആധുനികമായിട്ടുള്ള വിദ്യാഭ്യാസ മക്കൾക്ക് കൊടുക്കണോ? മുസ്ലിം സമുദായത്തിൽ ഇത്തരത്തിലുള്ളതായ ആൾമാർ വേണു ആയെങ്കിൽ ഇസ്ലാമിലെ സ്തംഭമായിട്ടുള്ളതായ അള്ളാഹുരെ നൂറാനിയായിട്ടുള്ളതായ ഇൽമു ഞങ്ങളെ മക്കൾക്ക് കൊടുക്കണോ? ദീനിയായ ഇസ്ലാമിക ക്യാമ്പസുകൾ ഞങ്ങളെ മക്കളെ കടത്തണോ? അതില്ലെങ്കിൽ സഹോദരന്മാരെ, ഈ മക്കളെ കൊണ്ട് ഞങ്ങൾ ബെരൽ കടിக்கிறമേ ദുനിയാവിലും ഖേദിക്കുക, ഇതിരെ ഇരട്ടി പരലോകത്തിലും ഞങ്ങൾ ഖേദിക്കുക. അള്ളാഹു ഖുർആനിൽ ചെന്നൊരാഭിഷയ, അള്ളാഹു ഖുർആനിൽ ചെന്നൊരാഭിഷയ ഞങ്ങൾക്ക് കേടായിട്ട് ഞങ്ങളെ നെഞ്ഞത്ത് പത്തിത്ത് ഇതേ മക്ക ഞങ്ങൾ സമ്പത്തും ആരോഗ്യവും ചെലവാക്കിത്ത് അധ്വാനിച്ചിട്ട് ബൽത്തിയതായ ഞങ്ങളെ മക്ക യാതൊരു കണിക്കരയില്ലാമാറ് കരുണയില്ലാമാറ് ഞങ്ങൾക്കെതിരായിട്ട് പടച്ചോനെ ನಾನು ತೆರುತಪ್ಪಗುಳ್ಳದಾಯ ಕಾರಣ, ನಾನು ಈ ഒരു ಪರಿಸ್ಥಿತಿಗೆ ಬಂತೆತ್ತಗುಳ್ಳ ಕಾರಣ ನನ್ನ ಅಬ್ಬ ಐತಿಕರು, ನನ್ನ ಉಮ್ಮ ಐತಿಕರು, ನನ್ನ ಬಲ್ತ್ಯಂಗ ಐತಿಕರಾರು, അങ്ങനെ സമ്പത്ത് ഐത്തിക്കർ ಅದಕ್ಕೆ അങ്ങ് ചെലവാക്കിയത്, നക്ക് പ്രോത്സാഹനം തന്നത്, നക്ക് തണ്ടതായ ശിക്ഷര ജണ്ടരട്ടി റബ്ബന ആതിഹിം ലഇഫൈൻ മിനൽ അദാബ് വൽഅനഹും ലഅനൻ കബീറ.
നക്ക് തണ്ടതായ ശിക്ഷ ജണ്ട് ഇരട്ടി നീ അങ്ക് കൊടു റബ്ബേ. നിന്റെ ഏറ്റവും വലിയ ലഅനത്ത് അങ്ക് നീ കൊടു റബ്ബേ ചെന്ന് മക്ക നാളെ പരലോകത്തിൽ ചെൽവാർ. വിശുദ്ധ ഖുർആൻ സഹോദരന്മാരെ, അതുകൊണ്ട് ചിന്തിക്കോറു. ഈ മക്കളെ ചെന്ന് പരലോകത്തിൽ നരകത്തുക്ക് പോണ്ടേ. പരലോക നഷ്ടപ്പെട്ടവർ ദുരവസ്ഥ ഞങ്ങൾക്ക് വന്നു പോകുത്തീരാ. ഇന്ത്യ എവിടെ നോക്കിയെങ്കിലും പേടിക്കൊണായിട്ടുള്ള ഒരവസ്ഥ എത്തിക്കരേ. ഡ്രഗ്സിരെയും ഗാഞ്ചത്തിരെയും അതുപോലെയുള്ളതായ അമലു പദാർത്ഥത്തിന് അടിമപ്പെട്ടിട്ട് ഇന്ന് മുസ്ലിം സമുദായത്തിലെ യാർച്ചിലാര മക്ക തെറുതപ്പിയുണ്ടുള്ളാർ. സുബൈക്ക് ഔത്തുരെ നല്ല നിലക്ക് സലാം ചെന്നിട്ട് കൈ കൊടുത്തിട്ട് പോയ മക്ക സ്കൂൾ കഴിഞ്ഞിട്ട് ഹൈസ്കൂൾ വിട്ടിട്ട് ബണ്ടത് വേറെ ഒരു ഹാലാത്തിലെത്തിക്കര്. പേടിക്കൊണൈത്തിക്കര്. ഉമ്മാറ്, അബ്ബാറ്, ആങ്ങളാറ്, സഹോദരിയാറ്, മൂത്തോണാറ്, ഇലയുണാറ് ഗൊന്തില്ലാത്തതായ പരിസ്ഥിതിയിലെത്തിക്കുന്ന മക്ക തിരിച്ചു ബണ്ടേ നശ. അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. ഇതൊക്കെല്ലാം മുക്ത വേണ. ഒരേ പരിഹാര മക്കളെ തൗഹീദിൽ ഉറച്ചു നിപ്പാട്ടുള്ളതായ പണിയെടുക്കണം. അതല്ലാതെ വേറെ ഒരു പരിഹാരം ഇതിക്കില്ല. ഇതിക്ക് ജാഗ്രത ആന്തോളന ഇനി മശരിക്കിൽ നിന്ന് മഗ്രിബ് തോളാക്കിയെങ്കിലും ജനജാഗ്രത ആക്കിയെങ്കിലും തൗഹീദില്ലെങ്കിൽ എല്ലാം ശൂന്യമായി ചിക്കറ്. അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. അതുകൊണ്ട് മക്കളെ ദീനിയായ സ്ഥാപനക്ക് കടത്തോറു. ധാരാളമായിട്ടുള്ള മുസ്ലിം സ്കൂളുകൾ, ഹൈസ്കൂളുകൾ, അറബിക് കോളേജുകൾ ആൺമക്കും പെൺമക്കും ധാരാളമായിട്ടുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഒന്ന് ചിന്തിക്കോറു, മനവരയേക്കാക്കോറു. അള്ളാഹു തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ട ആൾമാരെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ട് ഒരു സഹോദരി ആയിഷ മറുവ ചെല്ലുന്നതായ 28 വയസ്സുള്ളതായ ഒരു ചെറുപ്പക്കാരത്തിയായ ഒരു സഹോദരി ക്യാൻസർ ബാധിച്ചിട്ട് 4ാമത്തെ സ്റ്റേജിക്ക് എത്തിയത് അങ്ങ് ദ്വാർക്കൊക്കെ ബേനായിട്ട് ഏൽപ്പിച്ചിറാർ. അള്ളാഹുവേ, നിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ടുത്തു, നിൻ്റെ തൗഫീക്ക് കൊണ്ടുത്തു, നിൻ്റെ കാരുണ്യം കൊണ്ടുത്ത് പരിപൂർണമായ ശിഫ നീ കൊടു റബ്ബേ. ആജിലായ ശിഫ നീ കൊടുത്തു അനുഗ്രഹിക്കല്ല, നീ അനുഗ്രഹിക്കല്ല. അള്ളാഹുവേ, ആ കുടുംബത്തിക്ക് ഉമ്മാപ്പക്ക് അങ്ങനെ സഹോദര സഹോദരിമാർ ക്ഷമയും സബൂറും നീ കൊടു റബ്ബേ. രോഗം തണ്ടവനു നീ മാത്രമായി ചിക്കറല്ല, ശിഫയും നിൻ്റെത് മാത്രമായി ചിക്കറ്. അള്ളാഹുവെ, പരിപൂർണമായിട്ടുള്ള നീ ശിഫ കൊടുത്തു അനുഗ്രഹിക്കല്ല. അത്തരത്തിലുള്ള രോഗത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരും നീ സലാമത്താക്ക് റബ്ബേ. ഞങ്ങളെ മക്കളെ നീ സലാമത്താക്ക് റബ്ബേ. അതേപോലെ ഞങ്ങളെ സഹോദര സഹോദരിമാരെ നീ സലാമത്താക്കല്ല. മാരകമായ രോഗത്തിൽ നിന്ന് കാക്ക് റബ്ബേ. ഞങ്ങളെ കൂട്ടത്തിൽ മരിച്ചു പോയ ഞങ്ങളെ സഹോദര സഹോദരിമാരുള്ളാർ അള്ളാഹു ഞങ്ങൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും കൊടു റബ്ബേ. ഞങ്ങളെയും നാളെ നിന്റെ സ്വർഗീയ ഭവനമായിട്ടുള്ള ജന്നത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിക്കുക കാണുക ഞങ്ങൾക്ക് നീ തൗഫീക്ക് താ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി റബ്ബേ. നിന്റെ വിശുദ്ധ ഖുർആനെ മനഃപ്പാഠമാക്കുന്നതായ ഹാഫിളായ മക്കളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന മക്കളെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തി റബ്ബേ. അള്ളാഹുവെ, നിൻ്റെ പള്ളിക്ക് ബേനായിട്ട്, മദ്രസക്ക് ബേനായിട്ട്, ദീനിയായ സ്ഥാപനക്ക് ബേനായിട്ട് പാവപ്പെട്ട ആൾമാർക്ക് സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും സഹായിക്കുന്ന ധാരാളം ആൾമാരുള്ളാർ. അള്ളാഹുവെ, അങ്ക് നീ ആഫിയത്ത് കൊടുല്ല, ആരോഗ്യം കൊടുല്ല, ഞങ്ങൾക്കും നീ ബർക്കത്തിന് കൊടുത്ത അല്ലാ. ഞങ്ങളെ കച്ചവടത്തിലും ആരോഗ്യത്തിലും മക്കളിലും നീ ബർക്കത്തിന് കൊടുല്ല. അള്ളാഹുവെ, മുസ്ലിം ഉമ്മത്തുക്ക് നീ സമാധാനത്തിന് കൊടുല്ല. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم حبب إلينا الإيمان وزينه في قلوبنا وقره إلينا الكفر والفسوق والإسيان واجعلنا من الراشدين. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمرهم يا قهار واهلكهم يا جبار. اللهم انصر جيوش المسلمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات والحمد لله رب العالمين.